ഈ കോൺക്രീറ്റ് ഇന്ന് രാവിലെയാണ് പ്രമാണത്ത് ഇട്ടത് എന്നുള്ളതാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്ന റൂട്ടല്ല. പക്ഷെ പലപ്പോഴും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടാകും. അത്രമേൽ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണല്ലോ രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഈ ഹെലികോപ്റ്ററിൻ്റെ ടയർ കോൺക്രീറ്റിൽ താഴ്ന്നു എന്നുള്ളത് അത് ഏതെങ്കിലും തരത്തിൽ ആശങ്ക സൃഷ്ടിച്ചിരുന്നോ? ഈ സമയക്രമത്തെ അത് ഏതെങ്കിലും തരത്തിൽ ബാധിച്ചോ? മറ്റു പ്രതിസന്ധികൾ ഉണ്ടായോ? അഭിലാഷെ, അത്തരത്തിലൊരു ആശങ്കയ്ക്ക് കാരണമൊന്നുമില്ല. സാധാരണഗതിയിൽ നിലയ്ക്കൽ ഇറങ്ങാനാണ് രാഷ്ട്രപതിയുടെ നേരത്തെ തീരുമാനിച്ചത്. രാഷ്ട്രപതി നിലയ്ക്കൽ ഇറങ്ങാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ കാരണമാണ് വീണ്ടും അത് പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ക്രമീകരണം, അതായത് സുരക്ഷാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും രാവിലെ കോൺക്രീറ്റ് എല്ലാം ഇട്ടിരുന്നു. പക്ഷേ കോൺക്രീറ്റ് സെറ്റ് ആവാനൊക്കെ ചെറിയൊരു താമസം ഉണ്ടായി. പക്ഷേ അതിൽ അപകടകരമായ കാര്യങ്ങളൊന്നുമല്ല. ചെറിയ രീതിയിൽ ഈ ഹെലികോപ്റ്ററിന്റെ ടയർ ഇവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് താണു. ആ സമയത്താണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ, അതായത് പോലീസും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം രാഷ്ട്രപതി ഇറങ്ങിയതിനു ശേഷമാണ് ജസ്റ്റ് ഒന്ന് ഇത് തള്ളി നീക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തള്ളി ഹെലികോപ്റ്റർ ഒന്ന് നീക്കുന്നതിന്റെ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അതൊരു വലിയ അപകടകരമായ കാര്യമല്ല. പക്ഷെ അത്തരം ഒരു കാര്യം അടിയന്തര ഘട്ടത്തിൽ ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമായി വേണം നമുക്കത് കാണാം. പക്ഷെ സുരക്ഷാ വീഴ്ച എന്ന് പറയാനും പറ്റും. അത്തരത്തിലാണ് അത് ഉണ്ടായിട്ടുള്ളത്. കാരണം നിലയ്ക്കലിൽ രാഷ്ട്രപതി ഇറങ്ങും എന്നുള്ള കാരണത്തിൽ അവിടെ പൂർണ്ണമായെല്ലാം സജ്ജീകരിക്കും. രണ്ടാമത് പ്രമാണത്തിൽ ഇതിലുള്ള ക്രമീകരണം ഉണ്ടായത്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു ചെറിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്തരം ഒരു സൗകര്യത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്ലാൻ എയും ബിയും ഒക്കെ ഉണ്ടാവണം. അത് സജ്ജമാക്കിയിരിക്കണം എന്നുള്ള കാര്യമുണ്ട്. അത്തരത്തിൽ സുരക്ഷയെ സംബന്ധിച്ച് രാഷ്ട്രപതിയാണ് വരുന്നത്. അക്കാര്യത്തിൽ നേരത്തെ തന്നെ ക്രമീകരിക്കേണ്ടതാണ്. പക്ഷേ പെട്ടെന്ന് മാറ്റിയത് കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതൊരു അപകടമോ മറ്റു കാര്യങ്ങളോ താമസമോ മറ്റു കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ ഈ കോൺക്രീറ്റ് സെറ്റ് ആവുന്നതിന് മുമ്പ് ഹെലികോപ്റ്റർ വന്ന് അവിടെ രാവിലെ ഇറങ്ങി അത് ചെറിയ രീതിയിൽ ടയർ താഴ്ന്നൊരു സാരിയോടെ തള്ളി മാറ്റിയെന്നുള്ളത് മറ്റ് അപകടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ നിന്ന് അല്പസമയത്തിന് രാഷ്ട്രപതി തിരിച്ചിട്ടുണ്ട്. ശബരിമല ദർശനമാണ് പ്രധാനമായിട്ടുള്ളത്. ദേവസ്വം മന്ത്രി വാസവൻ, ഒപ്പം ആന്റോണി എം പി, കെ ജനീഷ് കുമാർ എം എൽ എ, പ്രമോദ് നാരായണ എം എൽ എ, ജില്ലാ കളക്ടർ, SP തുടങ്ങിയവരാണ് രാഷ്ട്രപതിയെ പ്രമാണം രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ സ്വീകരിച്ചത്. അതിനുശേഷം വാഹന വ്യൂഹത്തിലാണ്. ഇവിടെ 78 കിലോമീറ്റർ ഉണ്ട്. വാഹന റോഡ് മാർഗമാണ് രാഷ്ട്രപതി സഞ്ചരിക്കുന്നത്. ഏതായാലും ഒരു 11:50 കൂടി സന്നിധാനത്ത് എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പമ്പയിലെത്തിയതിനു ശേഷം സ്നാനം ഒഴിവായിക്കൊണ്ട് പ്രത്യേകമായി കാല് മാത്രം നനച്ച് അവിടെ ശുദ്ധി വരുത്തിയതിനു ശേഷം പമ്പ ഗണപതി ക്ഷേത്രത്തിലാണ് കെട്ടുനിറയ്ക്കുന്നത്. അവിടുന്ന് പ്രത്യേകം ദേവസ്വം ബോർഡിന്റെ ഗൂർഖ വാഹനത്തിൽ സന്നിധാനത്ത് എത്തിച്ചേരും. 11:50 കൂടി അവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ ദർശനം നടത്തിയതിനു ശേഷം റെസ്റ്റ് ഹൗസിൽ വിശ്രമിച്ച ശേഷമായിരിക്കും തിരികെ വീണ്ടും പ്രമാണത്തെത്തി മടങ്ങുക.